ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും രേഷ്മ ആക്കി ഫുഡ് ആൻഡ് ട്രാവൽ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ലഞ്ച് സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. കുറേ ആയിട്ട് നമ്മളിപ്പോൾ വ്ളോഗൊന്നും ചെയ്യുന്നില്ല. ഇനി മുതലെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വ്ളോഗ് ചെയ്യണം എന്നാട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇളവൻ മോര് കറിയും പിന്നെ ഒരു ഉപ്പേരിയും അതൊക്കെയാണ് സെറ്റാക്കുന്നത് കേട്ടോ. മീൻ ഏട്ടൻ കൊണ്ടുവരികയാണെങ്കിൽ അത് പൊരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഇളവൻ കറി കുക്കറിലാട്ടോ വയ്ക്കുന്നത്. കുക്കറിൽ ഒരു 2 വിസിലടിച്ച് കഴിഞ്ഞാൽ ഇളവൻ വെന്ത് കിട്ടും. ഇത് കുറച്ച് വലുപ്പത്തിലാട്ടോ ഞാൻ ഇളവൻ അരിഞ്ഞെടുത്തത്. അപ്പോൾ ഞാൻ കുക്കറിൽ തന്നെ വേവിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു 4 പച്ചമുളകും ഇട്ടിട്ട് ഒരു 2 വിസിലടിച്ചാൽ ഇളവൻ വെന്ത് കിട്ടും. അപ്പോൾ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ ആദ്യം തന്നെ വെയിറ്റ് ഇടൂല കേട്ടോ. ഒന്ന് പ്രഷർ പോയതിന് ശേഷമാണ് ആ വെയിറ്റ്, പ്രഷർ പോകാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ ആ വെയിറ്റ് ഇടുക. അപ്പോൾ ഞാനതിങ്ങനെ ചെക്ക് ചെയ്തും കൊണ്ട് നിൽക്കും. അപ്പോൾ അതേ ടൈം തന്നെ ചോറും ആവുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ സ്റ്റോർ തരിക ഉപയോഗിക്കുക, അപ്പോൾ അത് തീർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് ബോധനയാണ് ഇപ്പം. ബോധന എന്ന് പറഞ്ഞാൽ അരി കൊണ്ടാട്ടോ ചോറ് വയ്ക്കുന്നത്. അപ്പോൾ അത് കുറച്ച് വേവ് കൂടുതലുള്ളതാണ്. പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അരമുറി തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 ചെറിയുള്ളി, 2 വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് 2 കറിവേപ്പിലേൻ്റെ അല്ലിയും കൂടെ ഇട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കി അരയ്ക്കണം കേട്ടോ. ചിലരൊക്കെ പച്ചക്കറിയിൽ തരിതരിന്ന് അരയ്ക്കും. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. തരിതരി എന്നുള്ള അരപ്പ് എനിക്ക് നല്ല മഷി പോലെ അരയ്ക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് കുറഞ്ഞു പോയപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുക്കറിലെ ഇളവൻ വെന്തു. അപ്പോൾ ഞാൻ ആ കുക്കറിൻ്റെ പ്രഷർ പോക്കുകയാണ്. കാരണം 2 വിസിലടിച്ച് ഇനി ഒന്നും കൂടെ അത് കിടന്നിട്ട് ഒന്നും കൂടെ ആവും. അപ്പോൾ വെന്തുടയും. അതുകൊണ്ട് ഞാൻ ആ പ്രഷർ അങ്ങോട്ട് കംപ്ലീറ്റ് പോക്കി. ഈ കുക്കറിനൊരു കുഴപ്പമുണ്ട് കേട്ടോ. ഇത് നോൾട്ടേൻ്റെ കുക്കറാണ്. പക്ഷെ ഇതിനൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് വൺസ് ഇത് കുക്കായി വിസിലൊക്കെ വന്ന് നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും കൂടെ അത് ഒരു വിസിലും കൂടെ നമുക്ക് ഇടണമെങ്കിൽ ഈ കുക്കർ മൂടാൻ നമുക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. ചിലപ്പോൾ എനിക്ക് ഏട്ടനാണ് അങ്ങനെ ചെയ്തു തരല്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെ. ഞാൻ വിചാരിച്ചു ഇളവൻ വെന്ത് എന്ന്, പക്ഷേ ഇളവൻ വെന്തിയില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒരു വിസിലും കൂടെ അടുപ്പിക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ മൂടാൻ നോക്കിയിട്ട് എന്നെക്കൊണ്ട് പറ്റുകയല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് അത് ആ ടാസ്ക് അങ്ങോട്ട് ഞാൻ ഉപേക്ഷിച്ചിട്ട് ഞാനത് കുക്കർ തുറന്ന് തന്നെ വേവിക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം എത്ര നോക്കിയാലും എന്തൊക്കെ ശ്രമിച്ചിട്ടും എന്നെക്കൊണ്ട് അത് അടയ്ക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഈ കുക്കറിന്. നല്ല കുക്കറാണ്, 3 ലിറ്ററിൻ്റെ കുക്കറാണ്. ഞാൻ എല്ലാം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യൽ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇനി ഞാനത് ഓപ്പൺ ചെയ്തിട്ട് തന്നെ വേവിക്കാൻ തുടങ്ങി. പിന്നെ ഇന്ന് ഉപ്പേരി സ്പെഷ്യലാണ്. ഞാൻ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു ടൈപ്പിൽ ഉപ്പേരി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ബീൻസ്, ക്യാരറ്റ്, പിന്നെ തേങ്ങ, ഉള്ളി, പച്ചമുളക് ഇതിട്ടിട്ട് മിക്സഡ് ഒരു തോരൻ മാരിയാട്ടോ വെക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇൻസ്പിറേഷൻ നമ്മുടെ മോമാസ് കിച്ചൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ ആൻറ്റി എപ്പോഴും കൂട്ടുതോരനാണ് അധികം വെക്കുക. അപ്പം ഞാനിങ്ങനെ എപ്പോഴും എൻ്റെ മൈൻഡിൽ വിചാരിക്കും, എപ്പോഴെങ്കിലും ഞാൻ ഈ ലഞ്ച് വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കൂട്ടുതോരൻ ഞാൻ വെക്കും. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ മൈൻഡിൽ വെച്ച്, അപ്പോൾ ഞാൻ ഇന്ന് അതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. എന്തായാലും ഇന്ന് ബീൻസ് ഉണ്ട്, അപ്പോൾ ക്യാരറ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു കൂട്ടുതോരൻ അങ്ങോട്ട് വെച്ചാളാന്ന് വിചാരിച്ചു. അവരുടെ വ്ളോഗ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് അതിൽ കാണിക്കുന്നത്. നല്ല നാടൻ ഫുഡ്, നാടൻ കറികൾ ഒക്കെയാണ് അതിലധികം ഉണ്ടാവുക. അവരുടെ ഇതിലെപ്പോഴും മോരുകറി ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്ക് മോരുകറി അവരുടെ മാതിരി ഒരു ലഞ്ചാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ മോരുകറിയിൽ എന്തായാലും മോര് വേണ്ടേ. അപ്പം ഞാൻ തൈര് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ആണ് അതിലേക്ക് പാരുന്നത്. അപ്പോൾ തൈര് പാർന്നാൽ പിന്നെ നമ്മൾ ചൂടാക്കരുതല്ലോ. അപ്പോൾ ഞാൻ ആ സിമ്മിലിട്ടിട്ടാട്ടോ അത്. കാരണം തൈര് ഒഴിച്ചിട്ട് കറി തിളക്കരുതല്ലോ. അപ്പോൾ അത് സിമ്മിൽ വെച്ചിട്ട് അതങ്ങോട്ട് റെഡിയാക്കി എന്നിട്ട് കറി വറവിടാൻ പോവുകയാണ്. അപ്പോൾ ഈ വറവിട്ട ചട്ടിയിൽ തന്നെ എനിക്ക് ഉപ്പേരിയും വെക്കാമല്ലോ. അപ്പോൾ ഒരു പാത്രം ലാഭിക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും, ഇനി വറവിട്ടിട്ട് എൻ്റെ ഉപ്പേരി വെക്കാമെന്ന്. പിന്നെ അതിൻ്റെ കൂടുതൽ ചോറായിക്കുന്നു കേട്ടോ. ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചോറായിട്ട് ഞാനത് ഈ കറി താളിച്ച് കഴിഞ്ഞിട്ട് ചോറ് വാർക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ചോറ് ഞാൻ വാർക്കുന്നത് ഇതിലാണ് കേട്ടോ, ഓട്ടപാത്രത്തിൽ. എനിക്ക് ഡയറക്റ്റ് ഞാൻ കഞ്ഞിക്കല്ലത്തിൽ വാർക്കലില്ല. കഞ്ഞിക്കല്ലത്തിൽ വാർക്കാൻ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ഓട്ടപാത്രമാണ് യൂസ് ചെയ്യുക. അപ്പം കറി വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക്
കടുകിട്ട് പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ ഉണക്കമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ എല്ലാ കറിയിലും ഞാൻ വറവിടുമ്പോൾ ഉണക്കമുളക് അങ്ങോട്ട് ഇടും. അതിടുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുക. പിന്നെ ചോറിൽ വെള്ളം കുറഞ്ഞു പോയി, അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടോ. കാരണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒട്ടൂല. ഇവിടെ അങ്ങനെ ഒട്ടുന്നതൊന്നും ഇഷ്ടമല്ല. വെന്തോന്ന് ചോദിച്ചാൽ വേവണം, അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് വേണ്ടത്. അധികം അങ്ങോട്ട് അലിഞ്ഞു പോയാൽ ആരും തിന്നൂല. പിന്നെ കറിയിലേക്ക് മോരുകറി ആകുമ്പോൾ എന്തായാലും വറവിടുമ്പോൾ ഉലുവ ഇടണമല്ലോ. അപ്പോൾ അത് ഉലുവയിട്ട് കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ ഇട്ടിട്ട് വറവിടുകയാണ് കേട്ടോ അത് കറി. പിന്നെ മോരുകറി ഇഷ്ടമല്ലാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ. എല്ലാവരും ചിലവർ കായ് ഇട്ടിട്ട് മോരുകറി, പച്ചക്കായ ഇട്ടിട്ട് മോരുകറി വെക്കുന്ന കാണാം, ഒക്കെ ചെയ്യുന്ന കാണാം. പക്ഷെ ഇവിടെ അങ്ങനെ പച്ചക്കായ ഇട്ടിട്ട് വെക്കലില്ല കേട്ടോ. ഇളവം കിട്ടിയാൽ ഒന്നെങ്കിൽ പച്ചടി അല്ലെങ്കിൽ ഈ മോരുകറി. പിന്നെ ഈ വറവിടുമ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ. വറവിടുമ്പോൾ എപ്പോഴും എൻ്റെ മേത്തേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുക, അല്ലെ കടുക് തന്നെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് മുഖത്തൊക്കെ ഓരോന്നിങ്ങനെ അടയാളങ്ങളാണ് വരിക. ഞാൻ എത്ര കിട്ടിയാലും പഠിക്കൂല. ഞാൻ അതിൻ്റെ അടുത്തേക്ക് തന്നെ പോയി നിൽക്കും. പിന്നെ അതാ കറി അങ്ങോട്ട് താളിച്ചൊഴിച്ച് ജസ്റ്റ് ആ കുക്കറിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നതും. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ബാക്കി കറി ഉള്ളത് ഞാനത് പാത്രത്തിലേക്കാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും കേട്ടോ. ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ചൂടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ആ കുക്കറിൽ തന്നെ വെക്കും. പിന്നെ ചോറ് മാറ്റും കേട്ടോ. ചോറ് നമ്മൾ ചിലവരുണ്ടല്ലോ, ചോറ് കഞ്ഞിക്കലത്തിൽ വാർക്കുകയാണെങ്കിൽ അതിൽ തന്നെ ചോറ് ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ വെക്കുന്നത്. അങ്ങനെയല്ല കേട്ടോ ഞാൻ വെക്കുക. ഞാൻ ജസ്റ്റ് ആ പാത്രം ഞാൻ കാസറോളിലേക്കാക്കി മാറ്റി വെക്കും ചോറ്. പിന്നെ ചോറ് വാർത്തൂത്തി ഇനി എൻ്റെ ഉപ്പേരീൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഉപ്പേരിയിലേക്ക് ഞാൻ എല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. സവോള, പച്ചമുളക്, ക്യാരറ്റ്, ബീൻസ് എല്ലാം കൂടെ ഒപ്പരട്ടിട്ട് ആദ്യം കടുക് ഇട്ട് പൊട്ടിക്കും. എന്നിട്ട് അതിലേക്ക് ഈ മിക്സ് ആയിട്ടുള്ള ഈ വെജിറ്റബിൾസ് അതിലേക്ക് ഇടും. എന്നിട്ട് വേവിക്കുക കേട്ടോ. എന്നിട്ട് സെറ്റായിട്ട് ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങ ഇടും, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ഇടും. അപ്പോൾ വേഗം ആയി കിട്ടും കേട്ടോ ഈ തോരൻ. നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കണമെന്നേ ഉള്ളൂ. അധികം ഒന്നും വെള്ളം ഒഴിക്കരുത്, കാരണം ഞാൻ ഐസായിട്ടാണ് എല്ലാം അരിഞ്ഞത്. അതുകൊണ്ട് വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്കും ഞാനും ഭയങ്കര ക്യൂരിയസ് ആണ്. അവരുടെ വീഡിയോസിലൊക്കെ അവരെപ്പോഴും പറയും ഇങ്ങനെ തോരൻ വെക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ക്യൂരിയോസിറ്റീനെ കൊണ്ട് ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കുന്നത്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ മിക്സഡ് തോരൻ തിന്നിട്ടില്ല. അപ്പോൾ ഇന്ന് വെച്ചിട്ട് ഇന്ന് കഴിക്കുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ഞാൻ എന്തും വെളിച്ചെണ്ണയിലാട്ടോ കുക്ക് ചെയ്യുക. ഏട്ടൻ ഓയിലൊന്നും ഏട്ടൻ അങ്ങനെ ഇഷ്ടമല്ല. ഇനിയിപ്പോൾ മീൻ പൊരിക്കുന്നതും പപ്പടം പൊരിക്കുന്നതും ഉപ്പേരി ഉണ്ടാക്കുന്നതും ഒക്കെ ഞാൻ അധികം ചെയ്യുക വെളിച്ചെണ്ണയിൽ തന്നെയാണ്. വെളിച്ചെണ്ണ തീരുന്നതിനനുസരിച്ച് വാങ്ങും. ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ ചെയ്യുക. ഓയിൽ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ആ ഓയിലിൻ്റെ ചൊയ എനിക്കും പറ്റൂല. നമ്മൾ ഇതിപ്പോൾ ഈ വീടിൻ്റെ അടുത്തുള്ള പീടികയിൽ നിന്ന് വാങ്ങിയതാണ്. സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് വാങ്ങിയാണ്. അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ മില്ലിൽ നിന്ന് തന്നെയാട്ടോ വാങ്ങുക. അപ്പോൾ അതിനൊരു പ്രത്യേക ചൊയ്യാട്ടോ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ആരൊക്കെ അങ്ങനെ തോരൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ ആൾക്കാർ, നിങ്ങളങ്ങനെ വെക്കുന്ന ആൾക്കാരാണെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോയിൽ ഫുള്ള് എൻ്റെ ബാക്കായിപ്പോയില്ലേ. അപ്പം കടുകൊക്കെ പൊട്ടി. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടു. എനിക്ക് ഓർമ്മയില്ല ഞാൻ അതിൽ ഉണക്കമുളക് ഇട്ടോന്ന് ഓർമ്മയില്ല. എന്തായാലും ഉപ്പേരിയിൽ പച്ചമുളക് ഇട്ടിക്കുന്നു. ചിലപ്പോൾ ഇടാൻ സാധ്യത ഉണ്ട് കേട്ടോ ഉണക്കമുളക്, കാരണം ഉണക്കമുളക് എല്ലാത്തിലും ഞാൻ അങ്ങോട്ട് ഇടും. ഇട്ടിക്കുന്നു, അപ്പം അതിട്ടിക്കുന്നു. അപ്പോൾ ഇനി ഉപ്പേരി അരിഞ്ഞു വെച്ചത് മൊത്തം അതിലേക്ക് തട്ടിയിട്ടുണ്ട്. ജസ്റ്റ് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ വേഗം ആവും കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് അതങ്ങോട്ട് മൂടി വെച്ചിട്ട് ആവിയിൽ അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ വേഗമായി കിട്ടും. സിമ്പിളായിട്ടുള്ള ഉപ്പേരിയാണ്. നമ്മളിങ്ങനെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അങ്ങനെ കരിഞ്ഞു പോകത്തുമില്ല. പിന്നെ ചിലവരൊക്കെ ഇങ്ങനെ പറയുന്നേക്കാം ലഞ്ച് ഞാൻ ഇത്ര ടൈം കൊണ്ട് തീർക്കും എന്നൊക്കെ. എനിക്കങ്ങനെ കഴിയില്ല കേട്ടോ. എനിക്ക് എല്ലാത്തിനും കുറേ ടൈം വേണം. ഇനി ഇതിൻ്റെ ഇടയിൽ മീനും കൂടെ ഉണ്ടെങ്കിൽ മീൻ മുറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ടൈം എത്ര ഉണ്ടെങ്കിലും തികയില്ല. എൻ്റെ ലഞ്ച് 3 മണി 4 മണിയൊക്കെ ആവണമെങ്കിൽ. അതിപ്പോൾ ഏത് മീനായാലും കേട്ടോ, മുറിക്കാൻ വേണ്ടി ഭയങ്കര ടൈമാണ് ഞാൻ എടുക്കുക. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, എല്ലാവരും അങ്ങനെ ഒരുപോലെ ആയിരിക്കില്ലല്ലോ.
കുറേ ടൈം എടുത്ത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറേ ഉണ്ടാവുമല്ലോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഏട്ടൻ മീൻ കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ. കാരണം മുറിച്ചിട്ടാണ് കൊണ്ടുവരിക അധികം. എനിക്ക് ആ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് മുറിച്ചിട്ടായിട്ട് അധികം കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വേഗം പിന്നെ അത് മസാല പുരട്ടിയും കണ്ട് പൊരിക്കാനല്ലേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് പിന്നെ ആ മുറിക്കുന്ന ആ ടെൻഷൻ കഴിഞ്ഞ് കിട്ടൂലേ. അല്ല ഇനി മീൻ കൊണ്ടുവന്നില്ലെങ്കിൽ മുട്ട എന്തെങ്കിലും സെറ്റാക്കിയിട്ട് കഴിക്കണം. എനിക്ക് ഈ പച്ചക്കറി മാത്രമേ ആകുമ്പോൾ അങ്ങോട്ട് ചോറ് ഇറങ്ങാത്ത പോലെയാണ്. അത് നമ്മൾ അധികം കോഴിക്കോട്ടുകാർക്കും അങ്ങനെയായിരിക്കില്ലേ. പിന്നെ ഈ മന്ത് എല്ലാവർക്കും മണ്ഡലമാസം ആയതുകൊണ്ട് അധികം ആൾക്കാരും പച്ചക്കറി ആയിരിക്കും. പക്ഷെ നമ്മളിവിടെ അങ്ങനെ എടുക്കലില്ല കേട്ടോ. മാല ആരും ഇട്ടിട്ടില്ല. മാല ഇടുകയാണെങ്കിൽ പിന്നെ ഫുള്ള് വെജിറ്റേറിയൻ അല്ലേ പിന്നെ വെക്കാൻ പറ്റുള്ളൂ. ഇവിടെ മാല ആരും ഇട്ടിട്ടില്ല. ഇവരെ ഫാമിലിയിലും ആരും ഇട്ടിട്ടില്ല. എൻ്റെ ഫാമിലിയിലും ആരും ഇട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ പച്ചക്കറീൻ്റെ പരിപാടി ഇല്ല. ഇങ്ങനെ വെക്കും. എനിക്ക് പച്ചക്കറി ഇഷ്ടമാണ്. പച്ചക്കറി ഉപ്പേരിയൊക്കെ ഇഷ്ടമാണ്. കൂടെ ഒരു മീൻ പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായി. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ടത് കുറച്ച് കൂടിപ്പോയി കേട്ടോ. പിന്നെ ചിരവിയതുകൊണ്ട് പിന്നെ അത് മുഴുവനൊന്ന് അങ്ങോട്ട് ഇട്ട്. പിന്നെ എന്തും കൂടുതലായാൽ പിന്നെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അധികം ഇല്ലയെന്ന് തോന്നുന്നു. അധികം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഒരു അളവിനെ ഇടാൻ പറ്റുള്ളൂ. ആദ്യമൊന്നും എനിക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അറിയേയില്ലേന്ന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം ഇങ്ങനെ അമ്മേനോടൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് ഓരോന്നിങ്ങനെ ചെയ്യായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കൂടിപ്പോവും, ചിലപ്പോൾ കുറഞ്ഞു പോവും, എന്താണെന്നൊന്നും ഇങ്ങനെ അറിയില്ല. പിന്നെ എൻ്റെ കിച്ചൻ്റെ കോലം കണ്ടില്ലേ. എൻ്റെ കുക്കിങ്ങൊക്കെ ഏകദേശം ഒന്ന് തീർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കിച്ചൻ്റെ കോലം കേട്ടോ. ആ ഒരു പാത്രം മൊത്തം എനിക്ക് തിരുമ്പാനുള്ളതാണ്. ഇതാ കൊലായി അകം ഇതൊക്കെ ഇതാണ് കേട്ടോ അവസ്ഥ. പിന്നെ ഉപ്പേരി സെറ്റായി. ഇതാ കറി എല്ലാം സെറ്റായി. പിന്നെ അതാ ചോറും വാർത്ത് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ല എൻ്റെ ഓട്ടപാത്രം അതിലാട്ടോ ഞാൻ ചോറ് വാർക്കുക. ഇനി നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ കാസറോളിലേക്ക് എടുത്ത് അങ്ങോട്ട് വയ്ക്കും. പിന്നെ ഇത് ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. ഏട്ടന് വിളമ്പി കൊടുക്കുകയാണ്. ഏട്ടൻ ഫുഡ് അയ്യോ വിശക്കുന്നതെന്ന് പറഞ്ഞിട്ടാട്ടോ വന്നത്. അപ്പം ഏട്ടന് ചോറും പിന്നെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവുമെന്ന്. അപ്പം ഏട്ടൻ വരുമ്പോൾ മീൻ കിട്ടിയില്ല ഏട്ടന്. അപ്പം മുട്ട ബുർജി പോലെ ഉണ്ടാക്കി. പിന്നെ ഇതാ ഉപ്പേരി എല്ലാ സംഭവവും ഇട്ടിട്ട് ഏട്ടന് വിളമ്പി കൊടുത്തിട്ടോ ആദ്യം. ഏട്ടൻ അങ്ങനെ വിശന്നിട്ടാണ് വന്നത്. ഫുഡ് ഭയങ്കര സ്പെഷ്യൽ കാര്യങ്ങളൊന്നും ആൾക്ക് വേണമെന്നില്ല കേട്ടോ. എന്തെങ്കിലും അധികം വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനോടാണ് ആൾക്ക് താല്പര്യം. അപ്പോൾ ആൾക്കുള്ളത് ആദ്യം ആൾക്ക് മോരുകറി ഇഷ്ടമല്ല. അപ്പം ഞാൻ എപ്പോഴെങ്കിലും ഇത് ഉണ്ടാക്കുകയുള്ളൂ. ആൾക്ക് ഇഷ്ടമുള്ളത് അധികം വെക്കുക. ഇത് തീരെ ഇഷ്ടമല്ല. മോരുകറി എന്ന് പറഞ്ഞ സംഭവമേ ഇഷ്ടമല്ല. പിന്നെ മധുരമുള്ള കറികൾ അങ്ങനെയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ മത്തനും മമ്പേരം വെക്കുകയാണെങ്കിൽ അതിൽ മത്തനൊരു മധുരമല്ലേ, അതും ഇഷ്ടമല്ല ആൾക്ക്. പിന്നെ അതാ ഞാൻ കഴിക്കുകയാണ്. ഞാനും അതന്നെ സെയിം മുട്ടേൻ്റെതും എഗ് ബുർജിയും മോരുകറിയും പിന്നെ ഉപ്പേരിയും. എനിക്ക് പക്ഷേ മോരുകറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം മോരുകറി. സാധാ പച്ചക്കറിയും സാമ്പാറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയാൽ തീരെ നന്നാവില്ല. അതുകൊണ്ട് ഞാനതങ്ങനെ ട്രൈ ചെയ്യാൻ നിൽക്കലില്ല. പിന്നെ നേരത്തെ കണ്ട കിച്ചണും ഇപ്പം കണ്ട കിച്ചണും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. ഞാൻ കംപ്ലീറ്റ് ക്ലീനാക്കി പാത്രമൊക്കെ ഫുള്ള് വൃത്തിയാക്കിട്ടോ. ഇനി നെക്സ്റ്റ് വ്ളോഗ് കാണാം.